നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉന്നത വിജയം നേടിയ കോൺഗ്രസിന് ഇന്ന് നിർണായക ദിനമാണ്. കോൺഗ്രസ് മുഖ്യമന്ത്രി ആരാണെന്നതിന് ഉത്തരം തേടി AICC നിരീക്ഷക സംഘം ഇന്ന് MLA-മാരെ കാണും. സംഘം ഘടകകക്ഷികളെയും കാണും. നിയമസഭാ കക്ഷി യോഗവും ഇന്ന് KPCCയിൽ ചേരും. കൂടുതൽ വിവരങ്ങളുമായി രജിത് കുമാർ ചേരുകയാണ്. രജിത്ത്, ഹൈക്കമാൻഡ് നിർദ്ദേശിച്ച നിരീക്ഷകരൊക്കെ സംസ്ഥാനത്തുണ്ട്. ഇന്ന് ചർച്ചകളൊക്കെ നടക്കും. MLA-മാരെ കാണും. ഒപ്പം ഈ നിരീക്ഷകർ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തും. എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക? ഹൈക്കമാൻഡിന് ഒരു റിപ്പോർട്ട് കൊടുക്കണം. അതിനുശേഷം ഞായറാഴ്ചയ്ക്ക് കൂടിയെങ്കിലും നമുക്ക് അറിയാനാവുമോ നമ്മൾ ആരെ CM എന്ന് വിളിക്കണമെന്ന്? നിർണായകമായ യോഗമാണ് ഇന്ന് KPCCയിൽ നടക്കുന്നത്. ഇന്ന് MLA-മാരോട് എല്ലാവരോടും തന്നെ ഇന്ന് KPCCയിൽ എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 60 MLA-മാരും ഇന്ന് KPCCയിലെത്തി പ്രത്യേക നിയമസഭാ കക്ഷി യോഗം ചേരുന്നുണ്ട്. കേന്ദ്രത്തിൽ നിന്നുള്ള നിരീക്ഷക സംഘം ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തും. മുകുൾ വാസനിക്കും അതുപോലെ തന്നെ അജയ് മാക്കൻ്റെയും നേതൃത്വത്തിലുള്ള നിരീക്ഷക സംഘമാണ് കേരളത്തിലേക്ക് ഇന്നലെ വൈകിട്ടോടുകൂടി എത്തിയിരിക്കുന്നത്. ഇന്ന് പ്രത്യേക യോഗം ചേർന്നതിന് ശേഷമായിരിക്കും ഇവർ ഇത് സംബന്ധിച്ച് അല്ലെങ്കിൽ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ച തീരുമാനമുണ്ടാവുക. പ്രധാനമായും ഒന്നിച്ചുള്ള ഒരു യോഗമാണ് ആദ്യമുള്ള നിയമസഭാ കക്ഷി യോഗം. ആ നിയമസഭാ കക്ഷി യോഗം മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിനായി ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയം പാസ്സാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെയാണ് ഈ MLA-മാരെ പ്രത്യേകം കണ്ടുകൊണ്ട് ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ച തീരുമാനത്തിലേക്ക് എത്തുക. നിലവിൽ KC വേണുഗോപാലിൻ്റെയും അതുപോലെ തന്നെ VD സതീശൻ്റെയും ഒപ്പം രമേശ് ചെന്നിത്തലയും 3 പേരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. ഇതിൽ ആരെ വേണം എന്നത് സംബന്ധിച്ച് ഇവർ തീരുമാനം അറിയിക്കും. ഒറ്റക്കൊറ്റക്കായി ഇവരെ കാണുകയും ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. നേരത്തെ KPCCയിൽ വെച്ചാണോ ഇവരുടെ കൂടിക്കാഴ്ച നടക്കുക അതോ പുറത്ത് എവിടെയെങ്കിലും ഹോട്ടലിൽ വെച്ചാണോ കൂടിക്കാഴ്ച നടക്കുക എന്നത് സംബന്ധിച്ച് ഇനിയും വ്യക്തത ഉണ്ടായിട്ടില്ല. എന്ത് തന്നെയായാലും ഇവരെ ഒറ്റയ്ക്ക് കണ്ട തീരുമാനങ്ങൾ എന്താണ്, അവരുടെ അഭിപ്രായങ്ങൾ തേടും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ ഘടകകക്ഷികളെയും കാണുന്നുണ്ട്. ഘടകകക്ഷികൾ നാളെയാണ് ഘടകകക്ഷികളെ കാണാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ്, ഇവരുടെ അഭിപ്രായം കൂടി കേൾക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് അറിയുന്നത്. എന്ത് തന്നെയായാലും ഘടകകക്ഷികളെയും കാണും. ഒപ്പം താല്പര്യമുള്ള മുതിർന്ന നേതാക്കളെയൊക്കെയും കണ്ടുകൊണ്ട് അഭിപ്രായങ്ങൾ തേടും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. താല്പര്യമുള്ള ആളുകൾ അറിയിച്ചു കഴിഞ്ഞാൽ അവരെയും കാണും, അവരെയും കേൾക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ എല്ലാവരെയും കേട്ടതിന് ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്തി റിപ്പോർട്ട് തയ്യാറാക്കി അത് ഹൈക്കമാൻഡിന് കൈമാറുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ KPCCയുടെ സംസ്ഥാനത്തെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി അവർ ഈ യോഗത്തിൽ പങ്കെടുപ്പിക്കരുത് എന്ന ആവശ്യം ഇതിനോടകം തന്നെ VD സതീശൻ പക്ഷം ഉയർത്തിയിട്ടുണ്ട്. കാരണം KC വേണുഗോപാലിൻ്റെ പക്ഷം കൂടിയാണ് അവർ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു അനുകൂലമായ തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ KC വേണുഗോപാലിൻ്റെ പേരിൽ പോസ്റ്റർ ഈ KPCCക്ക് മുന്നിൽ എത്തിയിരിക്കുന്നു എന്നതാണ്. വി വെയിറ്റ് KC വാം വെൽക്കം ലീഡർ എന്ന പേരിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. എക്സ് മണ്ഡലം പ്രസിഡന്റ് കായംകുളം നൌഷാദ് ഖാൻ അവരുടെ പേരിലാണ് ഇപ്പോൾ പോസ്റ്റർ വന്നിട്ടുള്ളത്. ഫ്ലെക്സാണ്, വലിയൊരു ഫ്ലെക്സ് തന്നെ ഇവിടെ ഉണ്ട്. ഇന്ദിരാഭവന് മുന്നിൽ തന്നെ ഇപ്പോൾ ഫ്ലെക്സ് എത്തിച്ചിരിക്കുന്നു. കൂടുതൽ ഫ്ലെക്സുകൾ ഉണ്ട്, അവരുടെ പേരിൽ തന്നെ കൂടുതൽ ഫ്ലെക്സുകളുമുണ്ട്. ആ ഫ്ലെക്സുകൾ വാഹനത്തിൽ എത്തിച്ചിട്ടുമുണ്ട്. അത് വിവിധ സ്ഥലങ്ങളിലായി സ്ഥാപിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തുതന്നെയായാലും ഒരു നിർണായക യോഗം നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ KC പക്ഷവും അതുപോലെ തന്നെ VD സതീശൻ പക്ഷം ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. എന്തിനായാലും ഇന്ന് ഒരു നിർണായക യോഗത്തിലേക്ക് ഇന്ദിരാഭവൻ കടക്കുകയാണ്. ആരായിരിക്കും മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ച് ഇന്നും നാളെയുമായി നടക്കുന്ന കൂടിക്കാഴ്ചകളിലും യോഗത്തിലും തീരുമാനമാകും. ഇന്ന് ചേരുന്ന നിയമസഭാ കക്ഷി യോഗം നിലവിൽ ഹൈക്കമാൻഡിനെ മുഖ്യമന്ത്രി ആരെയാണെന്നത് സംബന്ധിച്ച് തീരുമാനിക്കുന്നതിനായി ചുമതലപ്പെടുത്തും, പ്രമേയം പാസ്സാക്കിക്കൊണ്ട് ചുമതലപ്പെടുത്തും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. നാളെ ഘടകകക്ഷികളുമായുള്ള കൂടിക്കാഴ്ചയും മറ്റ് നേതാക്കന്മാരുമായുള്ള കൂടിക്കാഴ്ചകൾക്കും മുതിർന്ന നേതാക്കന്മാരുമായുള്ള കൂടിക്കാഴ്ചകളും അവരുടെ അഭിപ്രായങ്ങൾ കൂടി കേട്ട ശേഷമായിരിക്കും അജയ് മാക്കൻ്റെയും അതുപോലെ തന്നെ മുകുൾ വാസനിക്കിൻ്റെയും നേതൃത്വത്തിലുള്ള നിരീക്ഷക സംഘം പ്രത്യേക റിപ്പോർട്ട് തയ്യാറാക്കി ഹൈക്കമാൻഡിന് കൈമാറുക. ഹൈക്കമാൻഡായിരിക്കും ഞായറാഴ്ച തന്നെ, ഒരു പക്ഷേ മായ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞായറാഴ്ച തന്നെ മുഖ്യമന്ത്രി ആര് എന്നത് സംബന്ധിച്ച് ഹൈക്കമാൻഡ് ഭാഗത്തു നിന്നൊരു പ്രഖ്യാപനം ഉണ്ടായേക്കും. അതേ സമയത്ത് തന്നെ VD സതീശൻ പക്ഷവും ഒപ്പം തന്നെ KC വേണുഗോപാൽ പക്ഷവും ഒപ്പം രമേശ് ചെന്നിത്തല പക്ഷവും തങ്ങളുടേതായ നീക്കങ്ങളും ചടുലമാക്കുകയും ബലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. രജിത്ത്,
നമ്മുടെ മുഖ്യമന്ത്രി ആരാണെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അതിപ്പോൾ രജിത്ത് പറഞ്ഞതുപോലെ തന്നെ നിരീക്ഷകരൊക്കെ വന്നിട്ടുണ്ട്, കാര്യമായ ചർച്ചകളൊക്കെ നടക്കുന്നു. ഒരു ഞായറാഴ്ചയോടുകൂടി അതിലൊരു വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന കാര്യത്തിലും ഒരു വ്യക്തത വരണം. പൊതുജനം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ ആരായിരിക്കും പ്രതിപക്ഷ നേതാവ് എന്ന കാര്യത്തിലും. മറ്റു പല വിഷയങ്ങളുമുണ്ട് CPM-നുള്ളിൽ, ഇടതുപക്ഷത്തിനുള്ളിൽ. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലൊക്കെ വലിയ വിമർശനമാണ് ഈ പരാജയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് എന്നാണ് കാണുന്നത്. ഇനിയും അതിൽ ഒട്ടേറെ ചർച്ചകൾ നടക്കും, പരിശോധനകൾ നടക്കും എന്നൊക്കെ കേൾക്കുന്നു. എന്താണ് CPM-നകത്തെ ഒരു ചേതോ വികാരം? അത് എങ്ങനെയാണ് അണികളുടെ ഒരു പ്രതികരണം? അതൊക്കെ എങ്ങനെയാണ് ഈ കനത്ത പരാജയവുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത്? രജിത്ത്. മായ, കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രിയെ കണ്ടെത്തുന്നതിനുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത്, അല്ലെങ്കിൽ തീരുമാനങ്ങളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നതെങ്കിൽ അതേ സമയത്ത് തന്നെയാണ് തോൽവിയുടെ പരാജയം, അത് എന്താ തോൽവി ഉണ്ടാകാനുള്ള ഒരു കാര്യം, അല്ലെ തോൽവിയുടെ ഒരു കാരണം എന്താണ് എന്നത് സംബന്ധിച്ചുകൊണ്ടുള്ള ചർച്ചകളും അതേ സമയത്ത് തന്നെ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കണം എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളും CPM-ൽ പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് വലിയൊരു പരാജയം, അപ്രതീക്ഷിതമായ ഒരു പരാജയമാണ് സംസ്ഥാനത്ത് ഉണ്ടായത് എന്ന് വിലയിരുത്തുകയും ചെയ്തു. അതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുന്നതിനായി CPM-ന്റെ എല്ലാ ഘടകങ്ങളിലേക്കും യോഗങ്ങൾ വിളിച്ചുകൊണ്ട് ആ യോഗത്തിൻ്റെ തീരുമാനപ്രകാരം വളരെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ തേടിക്കൊണ്ട്, അതായത് പൊതുജനങ്ങളുടെയും നേതാക്കളുടെയും ഓരോ ഘടകങ്ങളുടെയും ജില്ലാ കമ്മിറ്റികൾ, സംസ്ഥാന ജില്ലാ സെക്രട്ടേറിയറ്റ്, അതുപോലെ തന്നെ ലോക്കൽ കമ്മിറ്റികൾ വരെയുള്ളവരുടെ അഭിപ്രായങ്ങൾ തേടിക്കൊണ്ട് വളരെ സുതാര്യമായി തന്നെ തിരിച്ചു വരുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് ഇന്നലെ തന്നെ യോഗത്തിന് ശേഷം വ്യക്തമാക്കുകയും ചെയ്തതാണ്. MV ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ നിലവിലിപ്പോൾ ആരെ ആയിരിക്കണം പ്രതിപക്ഷ നേതാവ് ആക്കേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളിലേക്ക് കടന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവ് ആകണം എന്ന ആവശ്യമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വന്നത് എന്നതാണ് നേതാക്കന്മാരൊക്കെയും പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ CPI-യുടെ ഭാഗത്തു നിന്നുള്ള CPI-യും നേതൃയോഗം ചേർന്നിരുന്നു. CPI-യുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ആരായിരിക്കണമെന്നത് സംബന്ധിച്ച് പിണറായി വിജയൻ ആകരുത് എന്നൊരു അഭിപ്രായം ഉയർന്നു വന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ നേതൃത്വം വ്യക്തമാക്കുന്നത് അത്തരത്തിലൊരു അഭിപ്രായം തങ്ങൾക്കില്ല എന്നാണ്. ആരായിരിക്കണം പ്രതിപക്ഷ നേതാവ് ആകേണ്ടത് എന്നത് സംബന്ധിച്ച് തീരുമാനിക്കേണ്ടത് CPM ആണ് എന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ പോവുകയാണ്. ഇന്നലെ വളരെ വൈകിയും സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമായിരിക്കും തീരുമാനങ്ങളിലേക്ക് പോകുക. എന്തു തന്നെയായാലും വലിയൊരു പരാജയം തങ്ങൾക്ക് ഏൽക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ആ തിരിച്ചുവരവിന് കൃത്യമായ ഒരു നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ തേടിക്കൊണ്ട് വലിയൊരു മാറ്റം വരുത്തിക്കൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് വരേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വരുന്ന ജൂൺ മാസം, 2 മാസം, മെയ് ജൂൺ മാസങ്ങളിലായി വീണ്ടും എല്ലാ ഘടകങ്ങളിലും യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ യോഗം ചേർന്നതിന് ശേഷം വരുത്തേണ്ട മാറ്റങ്ങൾ സംബന്ധിച്ചുകൊണ്ടൊരു റിവ്യൂ തയ്യാറാക്കുകയും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകും എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ളവർ, MA ബേബിയും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ വരുത്തേണ്ട മാറ്റങ്ങൾ കൃത്യമായി തന്നെ വരുത്തും എന്ന കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലിപ്പോൾ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ആരായിരിക്കണം എന്നത് സംബന്ധിച്ചുകൊണ്ടുള്ള തീരുമാനത്തിലേക്ക് CPM കടന്നിട്ടില്ല. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. അത് പിണറായി വിജയൻ തന്നെ ആയിരിക്കണം എന്ന തീരുമാനമാണുള്ളത്. ഇനി അതിൽ മാറ്റം ഉണ്ടാകണമെങ്കിൽ അദ്ദേഹം തന്നെ തനിക്ക് താല്പര്യമില്ല എന്ന് അറിയിക്കുകയാണെങ്കിൽ മാറ്റം വരുത്താം എന്നൊരു തീരുമാനത്തിലേക്കാണ്. അല്ലാത്ത പക്ഷം പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ വെക്കുകയും പിന്നീട് പ്രതിപക്ഷ ഉപനേതാവായി മറ്റൊരാളെ കൂടി തെരഞ്ഞെടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലിയിലേക്ക് പോകാൻ തന്നെയാണ് തീരുമാനമെന്നാണ് ഇതുവരെയുള്ള മീറ്റിങ്ങുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ത് തന്നെയായാലും അത്തരത്തിലുള്ള തീരുമാനവുമായി അവർ മുന്നോട്ട് പോവുകയാണ്. അതേസമയത്ത് തന്നെ CPI വ്യക്തമാക്കുന്നത് തങ്ങൾക്ക് ഇക്കാര്യത്തിലൊരു തീരുമാനത്തിലേക്ക് തങ്ങൾക്ക് ഇത് സംബന്ധിച്ചൊരു തീരുമാനമില്ല, CPM ആണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് എന്നാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. രജിത്താണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന കാര്യത്തിലും ഇനിയും ഒരു വ്യക്തത വന്നിട്ടില്ല. ഒപ്പം കനത്ത പരാജയം, അതുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ചകളും പരിശോധനകളും ഒക്കെ നടത്തേണ്ടി വരും CPM-നകത്ത്. അത്തരത്തിലൊരു പരിശോധന നടത്തുമെന്നാണ് ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ പറഞ്ഞിരിക്കുന്നത്. നോക്കാം.